പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അന്തരിച്ച CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ, രണ്ടാമത്തെ മകൻ ബിനീഷ് കോടിയേരി പൊട്ടി ചിരിക്കുന്നുണ്ടാവും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഈ ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന ഈ കഥാപാത്രം ഒട്ടനവധി ആരോപണങ്ങൾക്ക് വിധേയനായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അയാൾ മാസങ്ങളോളം ഒരു മയക്കുമരുന്ന് കേസിൽ പരപ്പനഹാര അഗ്രഹാര ജയിലിലായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ആ കേസ് അവസാനിച്ചോ എന്ന് എനിക്കറിയില്ല. ഒരുപിടി ആരോപണങ്ങൾക്ക് വിധേയനായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്ന് പറഞ്ഞാൽ പരിശുദ്ധനൊന്നും ആയിരുന്നില്ല എന്നാണ് അർത്ഥം. എന്നാൽ അയാൾ ഇപ്പോൾ ഉള്ളാലെ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് അയാൾ പൊട്ടിച്ചിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അയാളുടെ അച്ഛനോടും അയാളുടെ കുടുംബത്തിനോടും ഏറ്റവും വലിയ ചതി ചെയ്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ മകൾ, അവരൊക്കെ ഇപ്പോൾ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ പോയി മകളെങ്കിൽ മകൾ മണിക്കൂറുകളോളം ഇരിക്കേണ്ട ഒരവസ്ഥ സംജാതമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ വിജയനും മകളും ഈ എൻഫോഴ്സ്മെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിൻ്റെ മുന്നിൽ പോയി ഈ ചോദ്യം ചെയ്യാനിരിക്കുമ്പോൾ ഈ ബിനീഷ് കോടിയേരി പൊട്ടിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ അങ്ങനെ ചിരിക്കുന്നത്, ഉള്ളിൽ പൊട്ടിച്ചിരിക്കുന്നത്? ആ ബിനീഷ് കോടിയേരിയുടെ അച്ഛനോടും ബിനീഷ് കോടിയേരിയുടെ കുടുംബത്തോടും ഈ വിജയൻ ചെയ്തിട്ടുള്ള ചതി, വഞ്ചന, അതിന് അയാൾക്ക് കണക്ക് സഹിതം പലിശ സഹിതം തിരിച്ചു കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കണം എന്നാ ഞാൻ പറയും. നമ്മൾ പഴയ സംഭവങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സംഭവങ്ങൾ പലതുണ്ട്. അതിൽ ആദ്യത്തെ സംഭവമാണ് 2020 ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ തിരുവനന്തപുരത്ത് മരുതൻകുഴിയിലുള്ള വീട്ടിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണെന്ന് തോന്നുന്നു ഒരു റെയ്ഡ് നടന്നത്. വലിയ ഒരു റെയ്ഡ് അന്ന് അവിടെ നടന്നു. അന്ന് ഈ കോടിയേരി ബാലകൃഷ്ണ കുടുംബങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആ റെയ്ഡുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ അന്ന് എന്താ പറഞ്ഞത്? ആ റെയ്ഡ് നടക്കുമ്പോഴും പ്രതിപക്ഷ നേതാക്കന്മാരെ ഈ അന്വേഷണ ഏജൻസികൾ പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള ആരോപണം ശക്തമായി CPM ഉയർത്തുന്ന സമയത്താണ് ആ റെയ്ഡ് നടക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും ആ റെയ്ഡിനെ തള്ളിപ്പറയുകയല്ല, കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബത്തിനെ അന്വേഷണത്തിൻ്റെ കരിനിഴലിൽ നിർത്തുകയാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ വിജയൻ ചെയ്തത്. നമ്മൾ ഓർമ്മയില്ലേ? ഞാനത് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ് കാണിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ വരുമോ എന്നായിരുന്നു ചോദ്യം. എന്ന് മാത്രമല്ല, അതിനെ അവരുടെ കുടുംബം നേരിട്ട് കൊള്ളും എന്നും ശക്തമായ ഭാഷയിൽ വിജയൻ അന്ന് മറുപടി പറഞ്ഞ് നമുക്ക് ഓർമ്മയില്ല സുഹൃത്തുക്കളെ. എന്നാൽ വിജയൻ്റെ മകൾക്ക് എതിരെ ആരോപണം ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടു. അതിലിപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. അതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഒന്ന്, 2020 കോടിയേരി ബാലകൃഷ്ണൻ വീട്ടിൽ ED റെയ്ഡ് നടത്തിയപ്പോൾ വിജയൻ നടത്തിയിട്ടുള്ള പരാമർശം, അത് ബിനീഷ് കോടിയേരിയുടെ മനസ്സിൽ ഉണ്ടാകുമല്ലോ, സ്വാഭാവികമല്ലേ. അതിനുശേഷവും പല പല സംഭവങ്ങൾ നടന്നു. അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണൻ ഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോൾ ആണ് നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണൻ പിന്നീട് രാജിവെക്കേണ്ടി വന്നു. സംസ്ഥാന സെക്രട്ടറി പദം രാജിവെക്കേണ്ടി വന്നു. രാജിവെച്ചതിനെ തുടർന്ന് മകൻ ജയിലിലേക്ക് പോയി. മകൻ ജയിലിലേക്ക് പോയതിന് ശേഷമാണ് രാജിവെച്ചത്. രാജിവെച്ചതിനെ തുടർന്ന് രോഗം മൂർച്ഛിച്ചു. രോഗം മൂർച്ഛിച്ചിരിക്കുമ്പോഴാണ് MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നത്. അക്കാര്യം രോഗാവസ്ഥയിൽ കിടക്കുന്ന, ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന കോടിയേരി ബാലകൃഷ്ണനെ അറിയിക്കുക പോലും ചെയ്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടിയേരി ബാലകൃഷ്ണനോട് പറയുക പോലും ചെയ്യാതെയാണ് MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയത് എന്നാണ്. അതും ബിനീഷ് കോടിയേരിയുടെ മനസ്സിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എന്താണ് തർക്കം? മൂന്നാമത് വിജയം ചെയ്തത് എന്താ? കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ്റെ സഹോദരൻ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൽ ഏതോ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചെയർമാനോ മറ്റോ ആയിരുന്നു.
ആ കാലഘട്ടത്തിൽ എപ്പോഴോ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ പരോക്ഷമായി വിജയനെതിരെ എന്തോ പരോക്ഷമായി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിനോദിനി ബാലകൃഷ്ണൻ്റെ അനിയൻ ട്രിവാൻഡ്രം ക്ലബ്ബിലോ മറ്റോ ഇരുന്ന് ചീട്ട് കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തൊരു സംഭവം അന്നുണ്ടായില്ല, നമുക്ക് ഓർമ്മയില്ലേ? അനധികൃതമായിട്ടാണോ ചീട്ട് കളിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഈ വിനോദിനി ബാലകൃഷ്ണൻ്റെ സഹോദരൻ ചീട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഒരു സംഭവം ഉണ്ടായി. അതും ബിനീഷ് കോടിയേരിയുടെ മനസ്സിൽ കിടക്കുമല്ലോ. അതിനുശേഷം സംഭവിച്ചെന്താ? അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചു. വളരെ ജനകീയനായിട്ടുള്ളൊരു നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. ആ കോടിയേരി ബാലകൃഷ്ണൻ്റെ മൃതദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവന്നപ്പം റോഡ് മാർഗം അത് കണ്ണൂരിലേക്ക് എത്തിക്കണം എന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബാംഗങ്ങൾക്കും വലിയൊരു ശതമാനം പാർട്ടി നേതാക്കൾക്കും ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ആ മൃതദേഹം തിരുവനന്തപുരത്ത് നിന്ന് റോഡ് മാർഗം കണ്ണൂരിലേക്ക് എത്തിക്കാൻ വിജയൻ അനുവദിച്ചില്ല എന്നുള്ളതും ബിനീഷ് കോടിയേരിയുടെ മനസ്സിലുണ്ടാവില്ലേ സുഹൃത്തുക്കളെ? എന്നിട്ട് നമുക്ക് ഓർമ്മയില്ലേ, അവിടെ ചെന്ന് മരണാനന്തരം ഉള്ള കാര്യങ്ങളൊക്കെ നടന്ന് ഏതാണ്ട് തീർന്നു എന്ന് വരുത്തിയ വിജയനും കുടുംബവും തൊട്ടു പിറ്റേന്ന് രാവിലെ വിദേശയാത്രയ്ക്ക് പോയത് നമുക്ക് ഓർമ്മയില്ല സുഹൃത്തുക്കളെ? അവിടെ ഇരുന്നു എന്നൊക്കെ വരുത്തി, എന്തോ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിലൊക്കെ വരുത്തിയതിന് ശേഷം പിറ്റേന്ന് വെളുപ്പാങ്കാലത്ത് വിജയനും കുടുംബവും വിദേശത്തേക്ക് പോയി. ബിനീഷ് കോടിയേരിക്ക് അത് മറക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ? അതിനുശേഷം പയ്യാമ്പലം ബീച്ചിൽ കോടിയേരി ബാലകൃഷ്ണൻ മൃതദേഹം സംസ്കരിച്ചു. ആ മൃതദേഹം സംസ്കരിച്ച സ്ഥലം ഒരു രക്തസാക്ഷി മണ്ഡപമൊക്കെ ആക്കുന്നതിന് പകരം അവിടെ ഏറ്റവും മലിനമായിട്ടുള്ള ഒരു സാഹചര്യമാക്കി അതിനെ മാറ്റി. അതിൻ്റെ വീഡിയോകളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ അന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്. സിഗരറ്റ് കുറ്റികൾ, കള്ള് കുപ്പി, ഇതൊക്കെ അവിടെ കിടക്കുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് വലിയ വിമർശനം വന്നതിനെ തുടർന്നിട്ടാണ് അവിടെ ഒരു രക്തസാക്ഷി മണ്ഡപമൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതും ബിനീഷ് കോടിയേരിയുടെ മനസ്സിൽ കിടക്കാതിരിക്കുമോ സുഹൃത്തുക്കളെ? അതിലേക്ക് പുതിയ അധ്യായം എന്നുള്ള നിലയിലാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്ത് പച്ചക്കുതിര എന്നൊരു പ്രസിദ്ധീകരണത്തിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. സുഹൃത്തുക്കളെ, മൊത്തമായി നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് എന്താ? നമുക്ക് കാണാൻ കഴിയുന്നത് ബിനീഷ് കോടിയേരി ഉള്ളാലെ ചിരിക്കുന്നുണ്ടാവും, പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതാണ് നമുക്ക് പറയാനുള്ളത്. അത് തൻ്റെ അച്ഛനോട് കാണിച്ച അനീതി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത കാലത്ത് ബിനീഷ് കോടിയേരി ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം PS അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവും തൻ്റെ അച്ഛൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. PS അച്യുതാനന്ദൻ എന്ന നേതാവ് ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ അച്ഛൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നുവെങ്കിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല, ഇതുപോലൊരു പരാജയം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ബിനീഷ് കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്നാണ് എന്നോട് ആരോ സുഹൃത്തുക്കൾ. അപ്പോൾ ബിനീഷ് കോടിയേരിക്ക് ഉള്ളിൽ സന്തോഷിക്കാതിരിക്കാൻ കഴിയുമോ? കഴിയില്ല. കാരണം എന്താ? ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ റെയ്ഡ് വന്നപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞു. ബിനീഷ് കോടിയേരിയുടെ അച്ഛൻ മരിക്കാൻ കിടന്നപ്പോഴത്തേക്ക് പുതിയ സംസ്ഥാന സെക്രട്ടറി വന്നപ്പം അത് പറഞ്ഞില്ല. ബിനീഷ് കോടിയേരിയുടെ അച്ഛൻ്റെ മൃതദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് റോഡ് മാർഗം കണ്ണൂർ കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെട്ടു, അത് സമ്മതിച്ചില്ല. ബിനീഷ് കോടിയേരിയുടെ അച്ഛൻ്റെ മൃതദേഹത്തോടൊപ്പം ഇരുന്നിട്ട് തൊട്ട് പിറ്റേന്ന് വെളുപ്പാങ്കാലത്ത് വിദേശത്തേക്ക് പോയി കളഞ്ഞു. ബിനീഷ് കോടിയേരിയുടെ അച്ഛൻ്റെ മൃതദേഹം അടക്കിയ സ്ഥലം ഒരു വർഷത്തോളം മലിനമായിട്ട് ഇട്ടു. അപ്പം ഇതൊക്കെ കൊണ്ട് ഒരു സംശയവും വേണ്ട, വിജയൻ്റെ മകൾ EDയുടെ മുന്നിൽ പോയി മണിക്കൂറുകളോളം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണ മകൻ ബിനീഷ് കോടിയേരി പുറത്ത് ഇതൊന്നും കാണിക്കുന്നില്ലെങ്കിലും പുറത്ത് വിജയൻ്റെ വീട്ടിൽ നടക്കുന്ന അക്രമ സംഭവങ്ങൾ തടയാനൊക്കെയാണ് നോക്കുന്നതെങ്കിൽ പോലും ഉള്ളിൽ ബിനീഷ് കോടിയേരി പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉള്ളാലെ ബിനീഷ് കോടിയേരി ആർത്തു ചിരിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും ആർക്കും വേണ്ട എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.